വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു. പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇന്ന് നമുക്ക് സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ ദിവസം നടന്ന രണ്ടാമത്തെ സൃഷ്ടി എന്താണെന്ന് 11-12 വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ നിന്നും പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു. നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം കഴിഞ്ഞ ദിവസം കരയെ വെള്ളത്തിൽ നിന്ന് മാറ്റി കര പ്രത്യക്ഷീഭവിക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് ആ കര ഉണ്ടാക്കിയതിനു ശേഷം ദൈവം ചെയ്ത പ്രവൃത്തിയാണ് പുല്ലും അതുപോലെ തന്നെ വൃക്ഷലതാദികളും ഉണ്ടാക്കുന്നത്. ചില ട്രാൻസ്ലേഷനിൽ ഇളം പുല്ല് എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിക്ക് വേണ്ടി ദൈവം ഈ ഭൂമിയെ തയ്യാറാക്കുന്ന ഒരു കാര്യം. ദൈവം ഭൂമിയെ എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ദൈവം സൃഷ്ടിച്ച ആ ഭൂമിയെ എന്നേക്കുമായിട്ട് നശിപ്പിച്ചു കളയുവാൻ ദൈവം പ്രസാദിച്ചില്ല. ദൈവം വീണ്ടും ആ ഭൂമിയോട് കരുണ കാണിക്കുന്നതാണ് ഇവിടെ നാം കാണുന്നത്. പുല്ലും വൃക്ഷലതാദികളും ഉണ്ടാക്കുക. നമുക്കറിയാം ദൈവം ആണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നാം എബ്രായ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്രകാരം ഒരു വാക്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എബ്രായ ലേഖനം 6:7. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. അപ്പോൾ ഈ പുല്ലും ഈ വൃക്ഷലതാദികളും ഒക്കെ ഉണ്ടാക്കിയത് ദൈവം ഭൂമിയുടെ മേൽ കാണിച്ച വലിയ അനുഗ്രഹമാണ്. അല്ലെങ്കിൽ ഇനിയും സൃഷ്ടിക്കുവാൻ പോകുന്ന മനുഷ്യന് വേണ്ടി ദൈവം ചെയ്തു വെക്കുന്ന വലിയ അനുഗ്രഹമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നോക്കുക, ദൈവം ഈ സസ്യലതാദികളെ ഉണ്ടാക്കുന്നത് മൃഗങ്ങളെ ഉണ്ടാക്കുന്നതിന് മുമ്പാണ്. മൃഗങ്ങളെയും മനുഷ്യനെയും ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ ദൈവം ഇവിടെ മുന്നമേ കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നാം അറിയുന്നതിനേക്കാൾ മുൻപേ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുകയും നമ്മളെ കരുതുകയും ചെയ്യുന്നവനായ വലിയവനായ ദൈവത്തെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തിൻ്റെ കരുതൽ എത്രയോ എത്രയോ വലുതാണ്. ദൈവത്തിൻ്റെ കരുതൽ നാം വീണ്ടും സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 104-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യർക്ക് സസ്യവും. നോക്കുക, ദൈവം അതാണ് പറയുന്നത്, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതാതിൻ്റെ ആഹാരം കൊടുക്കുന്ന കർത്താവ്. അപ്പോൾ ഓരോ മൃഗങ്ങൾക്കും ഓരോ പക്ഷികൾക്കും ഓരോ മനുഷ്യനും വേണ്ടുന്നതായ എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്ന കർത്താവ് എല്ലാ കാര്യങ്ങളും വളരെ സ്ഫുടതയോടുകൂടെ
ശക്തമായിട്ട് എല്ലാം സൃഷ്ടിക്കുന്ന വലിയവനായ ദൈവത്തിൻ്റെ ആ കരുതൽ, ദൈവത്തിൻ്റെ ആ സ്നേഹം, മനുഷ്യരോടുള്ള സ്നേഹം, മൃഗങ്ങളോടുള്ള സ്നേഹം, പക്ഷിലകാദികളോടുള്ളതായ സ്നേഹം എല്ലാം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവ് നമ്മെ കരുതി നമുക്ക് വേണ്ടി എല്ലാം മുന്നമേ സൃഷ്ടിച്ച ആ വലിയവനായ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് മുൻപോട്ടുള്ള ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.